എന്തിനാ അവിടെ നിർത്തുന്ന? സാർ, എനിക്ക് വീണ്ടും ഇന്നലത്തെ പോലൊരു സീൻ ക്രിയേറ്റ് ചെയ്യാൻ വയ്യ, അതുകൊണ്ടാ. ഞാൻ ഇന്നലെ തന്നെ ഇതിനുള്ള ഉത്തരം തന്നതാ. യു ആർ മൈ റെസ്പോൺസിബിലിറ്റി നൗ. വെറുതെ മുഖം വീർപ്പിച്ച് വെച്ചിട്ടൊന്നും കാര്യമില്ല. ഞാൻ തന്നെ വഴിയിൽ എന്തായാലും ഇറക്കി വിടാൻ പോകുന്നില്ല. സോറി, ഞാൻ ശ്രദ്ധിച്ചില്ല. ഇറ്റ്സ് ഓക്കേ. ഹായ്, ഐ ആം സെയിൻ. ഹായ്, ഐ ആം ലിഡിയ വാട്സൺ. നൈസ് ടു മീറ്റ് യു. ലിഡിയ, നൈസ് നെയിം. താങ്ക്സ്. താൻ ന്യൂ അഡ്മിഷൻ ആണോ? അതെ, ഞാനിവിടെ പുതിയതാ. ഏതാ ഡിപ്പാർട്ട്മെന്റ്? ഫൈനൽ ഇയർ ആർക്കിയോളജി. ആഹാ, ഞാനും അതേ ഡിപ്പാർട്ട്മെന്റാ. നമ്മളപ്പോ സെയിം ക്ലാസ്സാ. കൊള്ളാലോ. ഓ താങ്ക് ഗോഡ്, ഇവിടെ വന്ന് പെട്ടു എന്ന് കരുതിയതാ. എനിക്കാണ് ഇവിടെ ആരെയും പരിചയമില്ല, ഫ്രണ്ട്സ് ഒന്നും ഇല്ലേ. അതിനെന്താ, നമുക്ക് ഫ്രണ്ട്സ് ആകാലോ. ഇതിനു മുന്നേ എവിടെയായിരുന്നു? ആക്ച്വലി ഞാൻ ഡ്രോപ്പ് ഔട്ടാ. ഫൈനൽ ഇയർ ആയപ്പോഴേക്കും കോഴ്സ് ഡ്രോപ്പ് ചെയ്യേണ്ട വന്നു. ചെറിയ പേഴ്സണൽ ഇഷ്യൂസ് കാരണോ. ഇപ്പോ തുടങ്ങിയത് കംപ്ലീറ്റ് ആക്കണം എന്ന് തോന്നി. ദാറ്റ് നൈസ്. എന്നാ ശരിയടോ, ക്ലാസ്സിൽ വെച്ച് കാണാം. ആ ലിഡിയ, ഇഫ് യു ഡോണ്ട് മൈൻഡ്, എനിക്കൊരു ഹെൽപ്പ് ചെയ്യാവോ? അതിനെന്താ, എന്നെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാൻ ചെയ്തു തരാം. എനിക്കൊരു ബുക്ക് എടുക്കാൻ ഹെൽപ്പ് ചെയ്യാവോ? എനിക്ക് ഈ ലൈബ്രറി വലിയ പരിചയമൊന്നുമില്ല. അതാ, തനിക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ മതി. എന്ത് ബുദ്ധിമുട്ട്? ഒരു ബുക്കല്ലേ. എന്ത് ബുക്കാ? ദേ, ഈ ബുക്കാ. ഇതെന്ത് ബുക്കാ? ഇതൊരു റിസർച്ചിന് വേണ്ടിയാ. ഞാൻ ഡ്രോപ്പ് ചെയ്യുന്നതിന് മുന്നേ ചെയ്തുകൊണ്ടിരുന്ന ഒരു റിസർച്ച് ആയിരുന്നു. പിന്നെ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇപ്പോ കണ്ടിന്യൂ ചെയ്താലോ എന്നൊരു പ്ലാൻ. ആഹാ, അത് കൊള്ളാലോ. ഞാൻ ബുക്ക് എടുക്കാൻ ഹെൽപ്പ് ചെയ്യാട്ടോ. താങ്ക് യു സോ മച്ച്. ഇത് എത്തുന്നില്ലല്ലോ. തനിക്ക് ഇത് തന്നെയാണോ പണി? ബുക്ക് എടുക്കാൻ കേറിയതാ. ഏത് ബുക്ക് നോക്കട്ടെ? ഈ ബുക്ക് എന്തിനാ താനെടുത്ത്? ഇത് നിന്റെ സിലബസ് അല്ലല്ലോ. അതെ, എനിക്കല്ല, വേറൊരാൾക്കാ. സാർ പ്ലീസ് തന്നേ. വേറെ ആർക്ക് വേണ്ടിയാ? എന്താ, അവർക്കൊന്നും എടുക്കാൻ അറിയില്ലേ? സാർ കളിക്കല്ലേ, പ്ലീസ് ബുക്ക് തന്നേ. നോ, തരില്ല. ഇത് നീ ആർക്ക് കൊടുക്കാൻ എടുത്തേ? അതെന്റെ ഫ്രണ്ടിനാ. ആള് പുതിയ സ്റ്റുഡന്റാ, ഇന്ന് ചോദിച്ചതേ ഉള്ളൂ. എന്നോടൊന്ന് ബുക്ക് എടുക്കാൻ ഹെൽപ്പ് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ചെയ്തു കൊടുത്തു, അത്രേ ഉള്ളൂ. നീ എന്താ നാട്ടുകാർക്ക് മൊത്തം ഹെൽപ്പ് ചെയ്യാൻ നടക്കണോ? ഷെടാ, ഇതെന്ത് കഷ്ടോ. ഒരാളെ ഹെൽപ്പ് ചെയ്യാനും പാടില്ലേ? I'm sorry.
കർത്താവേ, ഇപ്പൊ എന്ത് സംഭവിച്ച? വീണ്ടും സാറിന് ലിഡിയ. ആദ്യം ഫസ്റ്റ് കിസ് സാറ് കൊണ്ടുപോയി, ഇപ്പതാ സെക്കൻഡ് കിസ്. കർത്താവേ, ഞാൻ സാറിന്റെ മുഖത്ത് ഇനി എങ്ങനെ നോക്കും? സാർ, ഇത് ഡെയിലി കേസ് കൂടി വരുക. ഇപ്പോഴും ആ വുൾഫിനെ പിടിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ അത് വീണ്ടും റിസ്ക് കൂട്ടത്തേ ഉള്ളൂ. ഐ നോ ഡോക്ടർ, ബട്ട് എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം, അറ്റാക്ക് ചെയ്ത എല്ലാവരുടെയും സ്റ്റേറ്റ്മെന്റിൽ പറയുന്ന 2 കാര്യമുണ്ട്. ഫസ്റ്റ് വൺ, അതൊരു വെയർവൂൾഫ് ആണെന്ന്. രണ്ടാമത്തെ, ആ പേര് കാർലൈൻ. വെയർവൂൾഫ്? അത് ഇമ്പോസിബിളാ. ഇറ്റ് ജസ്റ്റ് എ ഫിക്ഷണൽ ക്യാരക്ടർ. ഇനി ആരെങ്കിലും വുൾഫിന്റെ രൂപത്തിൽ വന്ന് അറ്റാക്ക് ചെയ്യാനുള്ള ചാൻസ് ഞാൻ കാണുന്നുള്ളൂ. ചാൻസ് ഉണ്ട്, ബട്ട് അപ്പോഴും കൺഫ്യൂസ് ചെയ്യുന്നത് ആ ബൈറ്റ് മാർക്സ് ആൻഡ് ഡീപ് കട്ട്സ് ലൈക്ക് വുൾഫ്. മൊത്തത്തിൽ കോംപ്ലിക്കേറ്റഡ് ആണല്ലോ സാർ. എന്തായാലും ജനങ്ങൾ നിങ്ങളെ വിശ്വസിച്ചായിരിക്കുന്നത്. വേഗം ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. Sure, doctor. We try our best to solve this case as soon as possible. Okay, sir. Patient recover ആകുമ്പോൾ ഞാൻ അറിയിക്കാം. ഇപ്പൊ എനിക്ക് ഡ്യൂട്ടി ഉണ്ട്. Okay, doctor. എന്നാ ശരി. എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ അറിയിച്ചാൽ മതി. ലിഡിയല്ലേ? അതെ, എന്താ? തന്നെ ഇവാൻ സാർ വിളിക്കുന്നു. ആ സ്റ്റോർ റൂമിന്റെ അവിടെ ഉണ്ട് സാർ. സ്റ്റോർ റൂമിലോ? അതെന്തിനാ അവിടേക്ക് വരാൻ പറഞ്ഞ? ഇവാൻ സാർ, സാർ എവിടെയാ? ഇതെന്തിനാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞ? ഇവിടെയാണെങ്കിൽ മൊത്തം ഇരുട്ടാണല്ലോ. സാർ, സാർ എവിടെയാ? നിനക്കെന്റെ ഇവാന് വേണല്ലേ? ഇന്ന് മുഴുവൻ ഇവിടെ കിടക്ക് നീ. പ്ലീസ്, ആരെങ്കിലും ഉണ്ടോ? പ്ലീസ് ഡോർ ഒന്ന് തുറന്ന്. പ്ലീസ് ഹെൽപ്പ്, സംബഡി പ്ലീസ് ഹെൽപ്പ്. ഇവളിത് എവിടെയാ? എത്ര നേരം ഞാൻ വെയിറ്റ് ചെയ്യുന്നത്? സോറി സർ, ഞാൻ കുറച്ച് ലേറ്റ് ആയി. നമുക്ക് പോകാം. ലിഡിയ എവിടെ? അവള് നിന്റെ കൂടെ വന്നില്ലേ? വാട്ട്? ലച്ചു സാറിന്റെ കൂടെ ഇല്ലേ? അവൾ നേരത്തെ വന്നതാണല്ലോ. വാട്ട്? എന്റെ കൂടെ ഇല്ല. എനിക്കിന്ന് സ്റ്റാഫ് മീറ്റിംഗ് ഉണ്ടായിരുന്നോണ്ട് ഞാൻ അങ്ങോട്ട് പോയി. ഞാൻ ഇന്ന് അവളെ രാവിലെ മുതൽ കണ്ടിട്ടില്ല. സാർ എന്താ പറഞ്ഞത്? അപ്പൊ ലച്ചു എവിടെ? ഓ ഗോഡ്, ലിഡിയ, താൻ ഇത് എവിടെയാ? ഫോണാണെങ്കിൽ സ്വിച്ച് ഓഫ്. നീ ഇത് എവിടെയാ? സാർ, എന്തായി? കണ്ടോ? നോ, ഇനി സ്റ്റോർ റൂമിന്റെ ഭാഗത്ത് കൂടി മാത്രമേ നോക്കാനുള്ളൂ. വാ, അങ്ങോട്ട് പോയി നോക്കാം. സാർ, ഇതിനകത്തുനിന്ന് എന്തോ ഒരു ശബ്ദം. ഇത് ലോക്കാണല്ലോ. ലച്ചു! ലിഡിയ, ഓപ്പൺ യുവർ ഐസ്. കണ്ണ് തുറക്ക്. ലിഡിയ, ലിഡിയ! ഇച്ചായ! ഇവാൻ? ഇച്ചായ, ലിഡിയ, ലച്ചുവിന് എന്ത് പറ്റി? വിളിച്ചിട്ട് എണീക്കുന്നില്ല. ഓക്കെ, വേഗം കൊണ്ടുപോവാ.
ഇപ്പൊ കുഴപ്പമില്ല, പെട്ടെന്ന് പേടി കാരണം ബോധം പോയതാ. എന്താടാ സംഭവിച്ചേ? ലച്ചു എങ്ങനെയാ അവിടെ എത്തിയേ? അറിയില്ല ഇച്ചായ. ഡോക്ടർ, ആ കുട്ടിക്ക് ബോധം വന്നിട്ടുണ്ട്. ഓക്കെ, ഞാൻ ദാ വരുന്നു, നിങ്ങളും വാ. ലച്ചൂസേ, ഇപ്പൊ എങ്ങനെയുണ്ട്? ഡോക്ടർ ഇച്ചായ, ഞാൻ എങ്ങനെയാ ഇവിടെ? ഏയ് പേടിക്കാനൊന്നുമില്ല, ഇവരാ ലച്ചുവിനെ കൊണ്ടുവന്നത്. ലച്ചുബേ, ഒന്നുമല്ലടാ, നീ കരയല്ലേ? ദേവി, ഞാൻ പേടിച്ചു പോയി. താൻ എന്തിനാ സ്റ്റോർ റൂമിലോട്ട് പോയേ? അതൊരു കുട്ടി വന്ന് പറഞ്ഞു സാർ എന്നെ വിളിച്ചു സ്റ്റോർ റൂമിന്റെ അവിടെ വെയിറ്റ് ചെയ്യുവാന്ന്. ഞാൻ സാറിനെ കാണാൻ വേണ്ടിയാ പോയത്. വാട്ട്? ഞാൻ വിളിച്ചുന്നോ? ഞാൻ ആരോടും തന്നെ വിളിക്കാൻ പറഞ്ഞു വിട്ടില്ലല്ലോ. ഏത് കുട്ടിയെ പറഞ്ഞത്? അതെനിക്ക് അറിയില്ല, ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. അതാരായാലും അവരെ ഞാൻ വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ല. അത് ഞാൻ കണ്ടുപിടിച്ചോളാം ആരാ പറഞ്ഞെന്ന്. ഇമാൻ സാർ, പിന്നെ ഇതൊന്നും വീട്ടിൽ പറയല്ലേ പ്ലീസ്. വീണ്ടും പഴയ പോലെ എന്നെ വീട്ടിൽ കൂട്ടിയിടും. അതാ, പ്ലീസ് സാർ. ദേവി, നീയും പറയല്ലേ പ്ലീസ്. ഓക്കെ, ഞാൻ പറയുന്നില്ല. ബട്ട് ഇനി താൻ പരിചയമില്ലാത്ത ആരെങ്കിലും വന്ന് എന്തെങ്കിലും പറഞ്ഞ ഉടനെ ചാടിക്കേറി ചെയ്യാൻ നിൽക്കരുത്, കേട്ടല്ലോ? സോറി, ഞാൻ കാരണം എല്ലാവർക്കും തലവേദനയായല്ലേ. ആരാ പറഞ്ഞ അങ്ങനെ? മൊരടാ, നീ എന്തിനാടാ എന്റെ കൊച്ചിന്റെ അടുത്ത് ചൂടാവുന്നത്? അവൾ എന്ത് ചെയ്തിട്ടാ? ഓ, ഇനി എന്റെ മെക്കിട്ട് കേറണ്ട, ഞാൻ ഇവളെ കൊണ്ടുപോയിക്കോട്ടെ. ഇപ്പൊ തന്നെ ലേറ്റ് ആയി. ഓക്കെ, കൊണ്ടുപോയിക്കോ. സാർ, എന്താ ലേറ്റ് ആയെന്ന് അങ്കിള് ചോദിച്ചാ എന്ത് പറയും? അതോർത്ത് താൻ പേടിക്കണ്ട, ഞാൻ മാനേജ് ചെയ്തോളാം. ചേച്ചിയായിരുന്നു. എന്താ ഈ ടൈമില്? ഞാൻ നിന്നെ കാണാൻ വന്നതാ. ഇച്ചാനെല്ലാം എന്നോട് പറഞ്ഞു. ഓ, അതായിരുന്നു. അപ്പൊ ഞാൻ കുറച്ച് പേടിച്ചുപോയി. ഇപ്പൊ ഞാൻ ഓക്കെയാ. ലച്ചു, നീ ഒത്തിരി പേടിച്ചല്ലേ? അതൊക്കെ കഴിഞ്ഞില്ലേ, പിന്നെ അതിനെ കുറിച്ച് പറയണ്ട. പെട്ടെന്ന് കേട്ടപ്പോ ഞാൻ ആകെ പേടിച്ചു. എനിക്ക് കുഴപ്പമൊന്നുമില്ല. പാവം സാർ ഒത്തിരി പേടിച്ചു കാണും. ഞാൻ വെറുതെ സാറിന് ടെൻഷൻ കൊടുത്തു. ഇച്ചാൻ എന്തായാലും ഈ ചെയ്ത ആളെ വെറുതെ വിടുന്നു തോന്നുന്നില്ല. ആരാന്ന് അറിഞ്ഞിട്ട് വേണം എനിക്കും ഒന്ന് പൊട്ടിക്കാൻ. അതൊന്നും വേണ്ട ചേച്ചി. എന്തിനാ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത്? വേണ്ട പ്ലീസ്. ഇതിൽ നീ ഇടപെടണ്ട. നിനക്കെന്തെങ്കിലും പറ്റിയതാണെങ്കിലോ ആരുത്തരം പറയും? ചേച്ചി, എന്തിനാ വെറുതെ? നീ ഒന്നും പറയണ്ട, ഇല്ലെങ്കിൽ ഞാനിത് അവന്മാരോട് പറയും. അയ്യോ, അത് വേണ്ട, ഞാനൊന്നും പറയില്ല. ആ, അതാ നല്ലത്. ഇച്ചായൻ ഒത്തിരി പേടിച്ചു. അതാ നിന്നോട് ഹോസ്പിറ്റലിൽ നിന്ന് ചൂടായ. ഇച്ചായന് പകരം ഞാൻ സോറി ചോദിക്കാം. അതിന് സാറെന്നെ ഒന്നും പറഞ്ഞില്ലല്ലോ. സാറിന്റെ ടെൻഷൻ കൊണ്ടല്ലേ. അത് സാരമില്ല, ഞാനത് അപ്പോഴേ മറന്നു. ചേച്ചി എന്തിനാ കരയണേ? ഒന്നുമില്ല, ഞാൻ കുഞ്ഞിച്ചായനെ കുറിച്ച് ഓർത്തതാ. ഇവിടെ വന്നതിന് ശേഷം ഇച്ചായന് നല്ല മാറ്റമുണ്ട്. പഴയ പോലെ കുറച്ചൊക്കെ ആക്റ്റീവ് ആകാൻ തുടങ്ങിയിട്ടുണ്ട്. അതെന്താ അങ്ങനെ പറഞ്ഞു? സാറിന് എന്താ പ്രശ്നം? കുഞ്ഞിച്ചായൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഇച്ചായൻ മെന്റലി ഡിപ്രസ്ഡ് ആയിരുന്നു. കുറച്ചായിട്ടുള്ളൂ അതിന് റിക്കവർ ചെയ്തിട്ട്. പിന്നെ പണ്ട് ഇച്ചായന് ആങ്കർ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ആങ്കർ ഇഷ്യൂസോ? അപ്പൊ വെറുതെ അല്ല സാർ കോളേജിൽ എല്ലാവരോടും കോൾഡായി ബിഹേവ് ചെയ്യുന്നത്. എന്നാലേ അതല്ല ഇച്ചായന്റെ ശരിക്കുള്ള കോൾ സൈഡ്. അത് നിങ്ങൾ ആരും കണ്ടിട്ടില്ല. നിങ്ങളൊക്കെ ഊഹിക്കുന്നതിനും അപ്പുറമാ. ഇപ്പോ ഇച്ചായൻ ഒത്തിരി സൈലന്റായി. സൈലന്റോ? അതെന്താ അങ്ങനെ പറഞ്ഞ്? കുഞ്ഞിച്ചായന്റെ ഈ ദേഷ്യം കാരണം എല്ലാരും ഇച്ചായന്റെ കാര്യോർത്ത് വറീഡായിരുന്നു. പപ്പ ഒത്തിരി ശ്രമിച്ചതാ. ബട്ട് കുഞ്ഞിച്ചായന്റെ ദേഷ്യം കൺട്രോൾ ചെയ്യാനേ കഴിഞ്ഞില്ലായിരുന്നു. അത് കാരണം തന്നെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കുറെ ശത്രുക്കളും ഉണ്ട് ഇച്ചായന്. പിന്നെങ്ങനെയാ സാർ ഇത്ര സൈലന്റായേ? അതിന് കാരണം ഒരാളാ. ഇച്ചായന്റെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ ഒരാൾക്ക് മാത്രമേ സാധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ.
അത് ഇച്ചേച്ചിക്കാ. ഇച്ചേച്ചിയാ കുഞ്ഞിച്ചാനെ ദേഷ്യമൊക്കെ കൺട്രോൾ ചെയ്യാൻ പഠിപ്പിച്ചത്. ഞങ്ങൾക്കെല്ലാവർക്കും അതൊരു അത്ഭുതമായിരുന്നു. അതാരാ സാറിൻ്റെ ഇപ്പോ എവിടെയാ? ഇച്ചേച്ചി കുഞ്ഞിച്ചാൻ്റെ ആരാന്ന് ചോദിച്ചാ ഇച്ചാൻ്റെ എല്ലാമായിരുന്നു. ഇച്ചാന് ജീവനായിരുന്നു. തിരിച്ചും അവരുടെ റിലേഷൻഷിപ്പ് കണ്ട് എല്ലാവരും അസൂയയോടെ നോക്കുമായിരുന്നു. മേക്കോയിച്ചത്. സാറിന് റിലേഷൻ ഉണ്ടായിരുന്നു, പക്ഷെ ദീദി അവരെ ഒന്നിപ്പിച്ചില്ല. അതിനുശേഷം ഞങ്ങൾ എല്ലാവരും വിചാരിച്ചു ഉണ്ണിച്ചാൻ വീണ്ടും പഴയ പോലെ ആകുന്ന. ബട്ട് ഇവൻ സാരൻ ആരോടും ഒന്നും മിണ്ടാറില്ല. ഇപ്പോഴും ഒറ്റയ്ക്കൊരു മുറിയിൽ തന്നെ 3 വർഷം ഇച്ചായൻ സ്വയം ഇച്ചായനെ തന്നെ അടച്ചിട്ടു. ഇപ്പൊ കാണുന്ന പോലെ ആക്കാൻ എല്ലാവരും കുറെ കഷ്ടപ്പെട്ടു. അതിനുശേഷം ഇച്ചായൻ ആരോടും പറയാതെ എങ്ങോട്ടെങ്കിലൊക്കെ പോകും. എപ്പോഴാ വരുന്നതെന്നൊന്നും ഒന്നും പറയാൻ പറ്റില്ല. ലെവിസിച്ചായന് കുഞ്ഞിച്ചായന്റെ കാര്യം ഓർത്ത് എപ്പോഴും ടെൻഷനാ. സാറിന് ഇങ്ങനെയൊരു പാസ്റ്റ് ഉണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല. അല്ല, ആ ചേച്ചിക്ക് എന്താ പറ്റിയേ? അത് പിന്നെ അയ്യോ, ഞാൻ വന്ന കാര്യം തന്നെ മറന്നു. നിന്നെ കുഞ്ഞിച്ചായനൊന്ന് കാണണമെന്ന് പറഞ്ഞു. നിന്നെ കൂടെ കൊണ്ടുപോകാൻ എന്നെ വിട്ട്. അയ്യോ, ആരെങ്കിലും കണ്ടാലോ? പ്രശ്നമാകില്ലേ? അത് പേടിക്കണ്ട. നീ വരുന്നവരെ ഞാൻ ഇവിടെ നീ ആയിട്ട് റൂമിലിരിക്കാം. നീ വേഗം പോകാൻ നോക്ക്. കുഞ്ഞിച്ചായൻ പുറത്ത് നിൽപ്പുണ്ട്. എനിക്ക് പേടിയാവുന്നു. നീ പേടിക്കണ്ട, വേഗം പോകാൻ നോക്ക്. എന്താ ഇത്ര ലേറ്റായേ? അത് ആദ്യം കണ്ണിപ്പെടാതെ വരണ്ടേ, അതാ ലേറ്റായേ. അല്ല, സാർ എന്തിനാ കാണണമെന്ന് പറഞ്ഞത്? ലിഡിയ, ഐ എം സോറി. ഞാൻ അപ്പോഴത്തെ ടെൻഷനില്ല അങ്ങനെയൊക്കെ പറഞ്ഞ്. അയ്യോ, സാർ എന്തിനാ സോറി ചോദിക്കുന്നത്? എനിക്ക് മനസ്സിലാകും. എന്റെ റെസ്പോൺസിബിലിറ്റി ഇപ്പോ സാറിനാണല്ലോ. അപ്പൊ കുറച്ച് ദേഷ്യപ്പെടാനൊക്കെ സാറിന് അധികാരമുണ്ട്. ഇന്നത്തെ ഇഷ്യൂ കാരണം താൻ ടെൻസ്ഡാന്നറിയാം. അപ്പോ ജസ്റ്റ് ഒരു നൈറ്റ് വാക്ക് ആയാലോ? ശരിക്കും നീറ്റാക്കോ? എന്നാ വാ കേറ്. വാക്കിന് പോകാന്ന് പറഞ്ഞിട്ട് ഇതെന്തിനാ കാറൊക്കെ? ഇവിടെന്ന് വാക്കാൻ തുടങ്ങിയാലേ നിന്റെ ഇച്ഛായന്മാര് മറ്റേ കാണും. പിന്നെ അവരെന്നെ പഞ്ഞിക്കിടും. അതുകൊണ്ട് നമുക്ക് കുറച്ച് അങ്ങോട്ട് പോയിട്ട് കാർ എവിടെയെങ്കിലും നിർത്തിയിട്ട് വാക്കാം. ഇപ്പൊ വന്ന് കേറ്. ഓഹോ നീ എന്നറുകിൽ വന്നാലേ ഉലകം ഏനിരുളത് പകലിരവായി മാറുது. வளைவினில் எல்லாம் வளைந்து தொலைந்து போவேனா? நீயே வெண்மணியே சுவையும் நீ மெது மெதுவாக பயணம் போல தொடங்கிடவா? மனம் ஒரு கணம் போதி கலனாக செடிகணமான தொலைவுகளை தொலை போகும். மனம் ஒரு கணம் போதி கலனாக செடிகணமான தொலைவுகளை தொலை போகும். உன் காதின் ஓரம் நான் அறிவேன் காதல் கவிதை துடுப்பாக மாறுவேன். உன் கரையை தாண்டுவேன் அடி ராட்சசியே சங்காணலே. உன் மறைவுகளும் முத்தம் கேட்கிறதே. ஒரு வேதியியல் மாற்றம் என்னை கண்டால் ஏதோ நடக்கிறதே. இடையில் ஊர்வலம் சென்ற என் உறவுகள் ஏதோ துதிக்கிறதே. காதல் என் கவிதை நீ என் அருகில் வந்தாலே உலகம்
രസ ഇവിടെയൊക്കെ കാണാൻ. സോ ബ്യൂട്ടിഫുൾ. താങ്ക് യു സോ മച്ച് സർ. Now you feel relaxed? യെസ്, താങ്ക്സ് ഫോർ ദിസ് വാക്ക്. ഈ നൈറ്റ് ഞാൻ ഒരിക്കലും മറക്കില്ല. വൺസ് അഗൈൻ താങ്ക്സ് ഫോർ ദിസ് ഓസം നൈറ്റ്. My pleasure. താൻ ഇതിനു മുന്നേ നൈറ്റ് വാക്കിന് പോയിട്ടില്ലേ? പോയിട്ടുണ്ട്, ബട്ട് കുഞ്ഞായിരിക്കുമ്പോഴാ. ഫാമിലി ആയിട്ട് പോകാറുണ്ട്. എന്നെ അധികം അങ്ങനെ പുറത്തൊന്നും വിടാറില്ല. പിന്നെ സെഡിച്ചാൻ വന്ന് കൊണ്ടുപോകും. സെറ്റ് കയ്യിൽ ഇപ്പൊ എവിടെയാ? സെഡിച്ചാൻ എങ്ങനെ അറിയാം സാറിന്? അതന്നെ പറഞ്ഞറിയാം. ഓ, അന്ന ചേച്ചി എല്ലാരെയും കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? പിന്നെ എല്ലാരെയും കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, എക്സ്പെഷ്യലി അവളുടെ കരടി കുഞ്ഞിനെ കുറിച്ച്. എന്നെ കുറിച്ച് എന്താ പറഞ്ഞേ? അത് നീ ഇപ്പൊ അറിയണ്ട, ടൈം ആകുമ്പോ ഞാൻ തന്നെ പറയാം. ഹായ് സ്ട്രോബെറീസ്. തനിക്ക് സ്ട്രോബെറീസ് ഒത്തിരി ഇഷ്ടമാണല്ലേ? ഇഷ്ടാണോന്നോ? എന്റെ ഫേവറേറ്റാ. അതുകൊണ്ടാണോ സ്ട്രോബെറി ഫ്ലേവർ ലിപ് ബാം യൂസ് ചെയ്യുന്നത്? ഇനി എനിക്ക് സ്ട്രോബെറീസ് കഴിക്കുമ്പോഴൊക്കെ ഇതല്ല ഓർമ്മ വരുമോ? ഇന്ന സ്ട്രോബെറീസ്. താനത് വിട്ടില്ലേ? ഞാനത് ചുമ്മാ പറഞ്ഞതാടോ, തന്നെ ഒന്ന് വട്ടാക്കാൻ. ഈയിടെയായി എന്നെ വട്ടാക്കുന്നത് കുറച്ച് കൂടിയിട്ടുണ്ട് സാറിന്. ഇനി എന്നോട് ഫ്ലേർട്ട് ചെയ്യാണോ? തനിക്ക് അങ്ങനെ തോന്നിയോ? എങ്കിൽ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. എന്റെ ഇച്ചായന്മാരറിഞ്ഞ എന്താകുന്നറിയാലോ. തന്റെ ഇച്ഛായമാർക്കൊന്നും ആകാതെ നോക്കിക്കോ. ഞാൻ അത്രയ്ക്ക് മോശമൊന്നും അല്ല. ഒന്നില്ലെങ്കിലും ഞാനൊരു ബോക്സിംഗ് ചാമ്പ്യൻ അല്ലേ? ശരിക്കും ബോക്സിംഗ് ചാമ്പ്യനോ? അപ്പൊ സാറാണോ ചേച്ചിക്ക് ഫൈറ്റ് പഠിപ്പിച്ചേ? അതെ, ഈ കാലത്ത് പെൺകുട്ടികളെ മാർഷൽ ആർട്സ് പഠിക്കുന്നത് നല്ലതാ. എനിക്കും പഠിക്കണം ഫൈറ്റ് ചെയ്യാൻ. വേണമെങ്കിൽ ഞാൻ പഠിപ്പിക്കാം. ഫ്രീ ആയിട്ട് തന്റെ സ്ട്രോബെറി തന്നാ മതി. എക്സ്ക്യൂസ് മീ, ഐ ആം യുവർ പ്രൊഫസർ. ഞാൻ ഉദ്ദേശിച്ചത് ഈ സ്ട്രോബെറിയാ. അല്ല, താൻ എന്താ ഉദ്ദേശിച്ചേ? ഞാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. പിന്നെ എനിക്ക് എന്റെ സ്ട്രോബെറീസ് കൊടുത്തിട്ട് ഫൈറ്റ് ചെയ്യാനൊന്നും പഠിക്കണ്ട. തനിക്ക് സ്ട്രോബെറീസ് അത്രയ്ക്ക് ഇഷ്ടമാണോ? ഇഷ്ടമാണോന്നോ? ഒത്തിരി ഒത്തിരി ഇഷ്ടമാണ്. വീട്ടില് സ്ട്രോബെറീസ് വാങ്ങുമ്പോൾ ഞാനും വിച്ചോനും എപ്പോഴും അടിയായിരിക്കും. അവസാനം പപ്പ രണ്ടുപേർക്ക് സെപ്പറേറ്റ് വാങ്ങിച്ചിട്ട് വരാൻ തുടങ്ങി. എന്റെ മുരടാ, എന്റെ സ്ട്രോബെറി എന്തിനാ എടുത്തേ? എന്റെയാ. എന്റെ സ്ട്രോബെറി എങ്ങനെ തൊട്ടാലുണ്ടല്ലോ, കെട്ടിയാനൊന്നും ഞാൻ നോക്കില്ല. തന്നെ എന്ത് പറ്റി സാർ? പെട്ടെന്ന് മുഖം വാടിയല്ലോ. ഏയ് ഒന്നുമില്ലടോ, പെട്ടെന്ന് ഒരാൾ ഓർത്തുപോയി. അവൾക്കും സ്ട്രോബെറീസ് ഒത്തിരി ഇഷ്ടമാണ്. ഭർത്താവേ, ഇനി മറ്റേ കുട്ടിയെ കുറിച്ചാണോ പറയുന്നത്? ഇപ്പൊ ഞാൻ എന്താ ചെയ്യാ? ഹായ് സാർ, ദ ഫയർവർക്സ്. എന്ത് രസമാണ് കാണാൻ. ഇച്ചായന് ഒത്തിരി ഇഷ്ടമാണ് ഫയർവർക്സ്. ആർക്ക്? അലക്സിനോ? അല്ല, വിച്ചുന. നിങ്ങൾ ശരിക്കും ട്വിൻസ് ആണോ? എല്ലാവർക്കുള്ള സെയിം ഡൗട്ട്. ഞങ്ങളുടെ ക്യാരക്ടർ എൻറ്റയർലി ഡിഫറെന്റാ. പക്ഷെ ഞങ്ങൾ തമ്മിലൊരു സ്പെഷ്യൽ ബോണ്ട് ഉണ്ട്. അതറിയോ സാറിന്? ട്വിൻസിന്റെ ക്യാരക്ടേഴ്സ് സെയിം ആണെന്ന് കേട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് സെയിം ക്യാരക്ടേഴ്സ് അല്ല. വി ആർ ലൈക്ക് ഫയർ ആൻഡ് വാട്ടർ. ഫയർ ആൻഡ് വാട്ടർ? അതെ, ഫയർ ആൻഡ് വാട്ടർ. ലെക്സ് പപ്പ ഞങ്ങൾ അങ്ങനെയാ വിളിക്കാറ്. ഒരിക്കലും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റാത്ത രണ്ടു പേർ. ഒരാൾ കോപം കൊണ്ട് ആളിക്കത്തുന്ന അഗ്നിയാണെങ്കിൽ മറ്റേയാൾ അതിനെ ശമിപ്പിക്കുന്ന ജലം. ഒന്നും മനസ്സിലായില്ല അല്ലേ? എനിക്കൊന്നും മനസ്സിലായില്ല. ലെക്സ് പപ്പ എപ്പോഴും ഞങ്ങളെ വിശേഷിപ്പിച്ച് പറയുന്നതായത്. പക്ഷെ എനിക്ക് ഇതുവരെ അതുകൊണ്ട് എന്താ ഉദ്ദേശിച്ചെന്ന് മനസ്സിലായിട്ടില്ല. എന്തിന്, ആരാ അഗ്നി, ആരാ ജലം എന്ന് പോലും അറിയത്തില്ല. അപ്പോ അതാരാന്ന് ചോദിച്ചില്ലേ പപ്പയോട്? പിന്നെ ചോദിച്ചിട്ടുണ്ടോന്നോ?
എത്ര തവണ, പക്ഷെ അപ്പോഴൊക്കെ അത് നിങ്ങൾ അറിയാൻ സമയമായിട്ടില്ല എന്ന് പറഞ്ഞു മൊഴി. നിങ്ങൾ രണ്ടും ഒരു മിസ്റ്റീരിയസ് ക്യാരക്ടേഴ്സ് ആണല്ലോ. ശരിക്കും? എന്നാലേ ഞങ്ങൾ തമ്മിൽ ഇതുപോലെ കുറേ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇതുവരെ ആർക്കും കാണാത്ത കുറേ മിസ്റ്റീരിയസ് ക്യാരക്ടേഴ്സ്. ദ മിസ്റ്റീരിയസ് ട്വിൻസ്. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് കാസ്റ്റിൽ ആളൊരു പാവമെന്നാ. അയ്യ, അത്ര പാവൊന്നും അല്ല. എന്നേക്കാൾ 1.5 മിനിറ്റിന്റെ വ്യത്യാസമേ ഉള്ളൂ. എന്നിട്ട് ആ ദുഷ്ടൻ അതിന്റെ പേരിൽ എന്തുമാത്രം ചേട്ടൻ പവർ കാണിക്കുന്നറിയോ? എന്റെ സ്ട്രോബെറീസ് എല്ലാം എടുത്ത് തിന്നും. സാറിനൊരു കാര്യം അറിയോ? അലക്സിച്ചാൻ ഞങ്ങളെക്കാൾ 2 വയസ്സിന് മൂത്തതാ. ഇച്ചാനെ സ്കൂളിൽ ചേർത്തപ്പോ ഇല്ലേ, എന്റെ ആ പരട്ട സഹോദരനില്ലേ, അവനും സ്കൂളിൽ പോണെന്ന് പറഞ്ഞ് വാശി പിടിച്ച് കരച്ചിലായിരുന്നു. എന്നിട്ട് അവസാനം വേറെ വഴിയില്ലാതെ പപ്പ അലക്സിച്ചാന്റെ കൂടെ അവനെയും ചേർത്തു. അപ്പൊ ഞാൻ മാത്രം വീട്ടിൽ ഒറ്റയ്ക്കായിരിക്കും, ആരും ഉണ്ടാകാറില്ല എന്റെ കൂടെ കളിക്കാൻ. പിന്നെ കുറെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ദേവിയെ പരിചയപ്പെടുന്നത്. അപ്പൊ അവർക്ക് 2 പേർക്ക് എന്ത് ജലസായിരുന്നെന്നറിയോ? തനിക്ക് കാസ്റ്റലിനോട് നല്ല അസൂയുണ്ടല്ലേ? അസൂയ ഉണ്ടോന്ന് ചോദിച്ചാ ഒരു കാര്യത്തിലുണ്ട്. അത് അലക്സിച്ചായന്റെ കാര്യത്തിലാ. വിച്ചുവിന് എന്നെക്കാൾ ഇഷ്ടം അലക്സിച്ചായനെയാ. അവർ എപ്പോഴും ഒരുമിച്ചായിരിക്കും. They are real soulmates. ഇപ്പോ എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. അലക്സിച്ചായൻ പെട്ടെന്ന് സൈലന്റ് ആയ പോലെ. എന്നാ പിന്നെ നമുക്കങ്ങ് പോയാലോ? ടൈമായില്ലേ? എനിക്ക് വേണ്ടപ്പെട്ടവരെ ഉപദ്രവിച്ച നിന്നെ ഞാൻ എങ്ങനെ വെറുതെ വിടാനാ? എനിക്ക് വേദനിക്കണം. Somebody please help. കിടന്ന് കാറി കൂവി വിളിച്ചിട്ടൊന്നും കാര്യമില്ല. ആരും വരാൻ പോകുന്നില്ല. പ്ലീസ് എന്നെ വിട്. നിനക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ എന്റെ ലിഡിയെ ഉപദ്രവിക്കാൻ ശ്രമിക്കും? അവൾ എന്റെയാ. അവളെ ആരെങ്കിലും വേദനിപ്പിക്കാൻ ശ്രമിച്ചാ അവരെ ഒന്നും ഞാൻ വെച്ചേക്കില്ല. അത് കേട്ടോ? എവിടെന്നാ ശബ്ദം കേട്ടെ? വാ പോയി നോക്കാം. എന്റെ കൈ പിടിച്ചോ, ഒരു കാരണവശാലും കൈവിടരുത്. ഇത് അയ്യോ അല്ലേ? ലിഡിയ, വേഗം ആംബുലൻസിനെ വിളിക്ക്.